8 നോമ്പിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പിശാച് ഇത്രമാത്രം പരിശുദ്ധ അമ്മയെ ഭയക്കുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവളിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ തല തകർക്കും. യേശു ക്രിസ്തുവിന് ജന്മം നൽകുന്നത് പരിശുദ്ധ മറിയമാണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് പിശാച്. അതുകൊണ്ട് തന്നെ പിശാച് പരിശുദ്ധ അമ്മയ്ക്കെതിരെ എപ്പോഴും മനുഷ്യരുടെ ഹൃദയത്തിനുള്ളിൽ ശത്രുത ഉളവാക്കുന്ന, വിദ്വേഷം ഉളവാക്കുന്ന ചിന്തകൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ വെറുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്: നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പിശാചുള്ളവർക്ക് മാത്രമേ പരിശുദ്ധ അമ്മയ്ക്കെതിരെ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 3:8 മറ്റൊരു ഉത്തരം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവരെല്ലാം പിശാചിൻ്റെ സന്തതികളാണ്, എന്നാൽ പാപത്തെ തകർക്കുന്നത് ദൈവപുത്രനാണ്. ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയെ പിന്നെ എങ്ങനെ പിശാച് വെറുക്കാതിരിക്കും, എങ്ങനെ ഭയക്കാതിരിക്കും? അതുകൊണ്ടാണ് പിശാച് പോലും അവളെ ഭയക്കുന്നത്. ഓർക്കുക, പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം പിശാചിനെ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തും.